Good morning, everybody. Welcome to our English class. Today, we are going to study a new poem, Woman Work, written by Maya Angelou. This is the picture of Maya Angelou. She was an American author, poet, dancer, actress, and singer. Our poet Maya Angelou was an American poet. അമേരിക്കൻ പോയറ്റാണ്. പോയറ്റ് മാത്രമല്ല, ഓതർ, ഡാൻസർ, ആക്ട്രസ് ആൻഡ് സിംഗർ. ഓതർ കഥാകൃത്താണ്, ഡാൻസറാണ്, ആക്ട്രസ്സാണ്, സിംഗറാണ്. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിനേത്രിയാണ്. ഷീ ഈസ് ഫേമസ് ഫോർ ഹെർ സീരീസ് ഓഫ് 7 ഓട്ടോബയോഗ്രഫീസ്. ഷീ ഈസ് വെരി മച്ച് ഫേമസ് ഫോർ ഹെർ സീരീസ് ഓഫ് 7 ഓട്ടോബയോഗ്രഫീസ്. ഓട്ടോബയോഗ്രഫി ആത്മകഥ. അവരുടെ ആത്മകഥകൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രശസ്തിയായിരിക്കുന്നത്. ദീസ് ഓട്ടോബയോഗ്രഫീസ് ഫോക്കസ് ഓൺ ഹെർ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട് എക്സ്പീരിയൻസ്. അവരുടെ ചൈൽഡ്ഹുഡ്, ചെറുപ്പം മുതൽ, ബാല്യകാലം മുതൽ അഡൾട്ട് ഏജ് വരെ, പ്രായപൂർത്തിയാവുന്ന വരെയുള്ള സമയത്തെ എക്സ്പീരിയൻസാണ് ഈ ഓട്ടോബയോഗ്രഫികളിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്തത്. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് tells of her life up to age of 17. I know why the caged bird sings. ഈ ഓട്ടോബയോഗ്രഫിയിലെ അവരുടെ ലൈഫിലെ 17 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ബ്രോട്ട് ഹെർ ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ ആൻഡ് അക്ലെയിം. ദിസ് ഓട്ടോബയോഗ്രഫി ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ബ്രോട്ട് ഹെർ ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ. ഈ ഓട്ടോബയോഗ്രഫി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? അവർക്ക് അന്തർദേശീയ തലത്തിൽ അംഗീകാരവും അക്ലെയിം, അഭിനന്ദനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഷി വാസ് എൻ അമേരിക്കൻ പോയറ്റ്, നോട്ട് ഓൺലി എ പോയറ്റ് ബട്ട് ഓൾസോ ഓതർ, ഡാൻസർ, ആക്ട്രസ് ആൻഡ് സിംഗർ. ഒരു പോയറ്റ് മാത്രമല്ല, ഒരു ഓതറും ഡാൻസറും ആക്ട്രസ്, ഈ മേഖലകളിലൊക്കെ പ്രശസ്തയാണ് നമ്മുടെ പോയറ്റ് മായ ആഞ്ചലു. ലെറ്റ് us മൂവ് ഓൺ ടു അവർ പോയം വുമൺ വർക്ക്. നമ്മുടെ പോയത്തിൻ്റെ പേരെന്താണ്? വുമൺ വർക്ക്. What do you understand from the title of this poem? ഈ ടൈറ്റിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? വുമൺ വർക്ക്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 57. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? കുറേ സാധനങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ചൂല് കാണുന്നുണ്ട്, പോട്ടക്കുടങ്ങളൊക്കെ കാണുന്നുണ്ട്, പിന്നെ എന്തൊക്കെയാ, ബക്കറ്റൊക്കെ കാണുന്നുണ്ട്. എ വുമൺ. എന്താ വുമൺ ചെയ്യുന്നത്? ഷി മേ ബി പ്രേയിങ്. ചിലപ്പോൾ പ്രാർത്ഥിക്കായിരിക്കാം അല്ലേ? കൈയൊക്കെ പൊന്തിച്ചിട്ട് കാണുന്നുണ്ട് അല്ലേ? ഓക്കെ. ഹൂ ഡസ് ഓൾ വർക്ക്സ് അറ്റ് ഹോം? ആരാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും ചെയ്യാറ്? ആരാ ചെയ്യുക? അമ്മയായിരിക്കും അല്ലേ? ഡസ് യുവർ ഫാദർ ഹെൽപ്പ് യുവർ മദർ? നിങ്ങളുടെ അച്ഛൻ സഹായിക്കാറുണ്ടോ അമ്മേനെ? ഹൂ ഡസ് കുക്കിംഗ്? ആരാ കുക്കിംഗ് ചെയ്യാറ്? അമ്മ അല്ലേ? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വർക്ക് യുവർ മദർ ഡസ് അറ്റ് ഹോം? ഏതൊക്കെയാണ് പലതരത്തിലുള്ള ജോലികൾ നിങ്ങളുടെ മദർ ചെയ്യുന്നത്? ഓർത്തിട്ടുണ്ടോ? In this poem, woman work describe woman at work. വുമൺ, ഒരു വുമണിൻ്റെ ജോലികളെ പറ്റിയിട്ടൊക്കെയാണ് ഈ പോയം, വുമൺ വർക്ക് എന്ന് പറഞ്ഞ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യണം. ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 57. ലുക്ക് അറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഐ വിൽ റീഡ് ദ പോയം. ഓൾ ഓഫ് യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. I have got to the children to tend, the clothes to mend, the floor to mop, the food to chop, then the chicken to fry, the baby to dry. I got company to feed, the garden to weed. I have got shirt to press, the torch to dress, the can to be cut. I gotta clean up this hut, then see about the sick, and the cotton to pick. Shine on me sunshine, rain on me rain, fall softly dewdrops, and cool my brow again. Storm,
blow me from here with your fiercest wind. Let me float across the sky till I can rest again. Fall gently, snowflakes, cover me with white, cold icy kisses, and let me rest tonight. Sun, rain, carving sky, mountain, oceans, leaf and stone, starshine, moon glow, you are all that I can call my own. All of you take page number 57. Read the poem again silently. Read the poem silently. Woman work. Finish. What do you understand from this poem? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ പോയം വായിച്ചപ്പോൾ? എന്തെങ്കിലും മനസ്സിലായോ? പോയം 2 പാർട്ടാണ് അല്ലേ? അത് മനസ്സിലായോ? We can divide this poem into 2 parts. The first 14 lines, first part of the poem, remaining 16 lines, second part of the poem. Okay, let us move on to first part of the poem. I have got to the children to tend, the clothes to mend, the floor to mop, the food to shop, then the chicken to fry, the baby to dry. I got company to feed, the garden to weed. I have got shirt to press, the tots to dress, the can to be cut. I gotta clean up this hut, then see about the sick and cotton to pick. This is the first part of our poem. Let us check meaning of this part. I have got the children to tend. Tend പരിപാലിക്കുക. എനിക്ക് കുട്ടികളേനെ നോക്കണം. എൻ്റെ കുട്ടികളേനൊക്കെ നോക്കണം. The clothes to mend. ക്ലോത്ത് ടു മെൻഡ് കേടുപാടുകൾ തീർക്കുക. കീറിയ ഡ്രസ്സുകളൊക്കെ തുന്നണം. ദ ഫ്ലോർ ടു മോപ്പ്. ഫ്ലോർ എന്ത് ചെയ്യണം? മോപ്പ് തുടയ്ക്കണം. ദ ഫുഡ് ടു ഷോപ്പ്. ഫുഡ് ഐറ്റംസ് ഷോപ്പ് ചെയ്യണം. ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് വരണം. ചില വീട്ടിലൊക്കെ അമ്മമാർ തന്നെയാണ് അല്ലേ സാധനങ്ങളൊക്കെ മേടിക്കാറ്. ദെൻ ദ ചിക്കൻ ടു ഫ്രൈ. ചിക്കനെ ഫ്രൈ ചെയ്യണം. കുക്കിംഗ് ചെയ്യണം. ദ ബേബി ടു ഡ്രൈ. ബേബീനെ ഡ്രൈ ആക്കണം, തുടയ്ക്കണം. ഐ ഗോട്ട് കമ്പനി ടു ഫീഡ് ചെയ്യാൻ. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? കമ്പനി കൊടുക്കണം. അമ്മ അടുത്ത് നിന്നിട്ട് വിളമ്പി തരാറൊക്കെ ഇല്ലേ. ദ ഗാർഡൻ ടു വീഡ്. വീട് കള. വേണ്ടാത്ത ചെടികളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഗാർഡൻ മനോഹരമാക്കണം. ഐ ഹാവ് ഗോട്ട് ഷർട്ട്സ് ടു പ്രസ്. ഷർട്ട്സിനൊക്കെ എന്ത് ചെയ്യണം? പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അയേൺ ചെയ്യണം. ദ ടോട്ട്സ് ടു ഡ്രസ്. ടോട്ട് സ്മോൾ ബേബീസ്, ചെറിയ കുട്ടികളെ എന്ത് ചെയ്യണം? ഡ്രസ്സ് ചെയ്യണം. ദ ക്യാൻ ടു ബി കട്ട്. ക്യാൻ ഷുഗർ കെയിൻ, കരിമ്പൊക്കെ വെട്ടണം. ഐ ഗോട്ട ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. ഗോട്ട പറഞ്ഞാൽ എന്താണ്? ഓൾഡ് സ്ലാങ് ആണ്. ഹാവ് ഗോട്ട് ടു. ഐ ഹാവ് ഗോട്ട് ടു ക്ലീൻ അപ്പ് ദിസ് ഹട്ട്. എനിക്ക് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ദെൻ സീ അബൌട്ട് ദ സിക്ക്. അസുഖം വന്നവരേനൊക്കെ ഒന്ന് നോക്കണം, പരിപാലിക്കണം. വീട്ടിലെ രോഗികളേനൊക്കെ ശുശ്രൂഷിക്കുന്നത് അമ്മമാരാണല്ലേ. ആൻഡ് കോട്ടൺ ടു
പിക്ക്, കോട്ടൺ, പരുത്തിയൊക്കെ പറിക്കണം. ഇതൊക്കെ എന്താണ്, ഒരു വുമൻ്റെ ഡ്യൂട്ടീസ്, ജോലികളാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഒരു വുമൻ്റെ എന്തൊക്കെ ജോലികളാണ് പറയുന്നത്? കുട്ടികളെ നോക്കണം, പിന്നെന്താണ്, ഡ്രസ്സ് തുന്നണം, ഫ്ലോറ് മോപ്പ് ചെയ്യണം, പിന്നെന്താ പറയുന്നത്, ചിക്കൻ ഫ്രൈ ചെയ്യണം, ഫുഡ് ഐറ്റംസ് ഷോപ്പ് ചെയ്യണം, പിന്നെന്താണ്, കുട്ടികളെ കുളിപ്പിക്കണം, ഭക്ഷണം കഴിക്കുന്നവർക്ക് കമ്പനി കൊടുക്കണം, ഗാർഡനിലെ കളകളൊക്കെ പറിച്ച് സുന്ദരമാക്കണം, ഷർട്ടൊക്കെ അയൺ ചെയ്യണം, ചെറിയ കുട്ടികളെ ഡ്രസ്സ് ചെയ്യണം, ഒരുക്കണം, ആൻഡ് ഷുഗർ കെയിനൊക്കെ കട്ട് ചെയ്യണം, വീട് വൃത്തിയാക്കണം, രോഗികളെ നോക്കണം, പരുത്തിയൊക്കെ പറിക്കണം. ഇത്രയൊക്കെ ജോലികൾ എന്താണ്, വുമൺ മാത്രം ചെയ്യണ ജോലികളാണ്. Let us move on to next part of our poem. Shine on me sunshine, rain on me rain, fall softly dewdrops and cool my brow again. Storm, blow me from here with your fiercest wind, let me float across the sky till I can rest again. Fall gently snowflakes, cover me with white cold icy kisses, and let me rest tonight. Sun, rain, curving sky, mountain, oceans, leaf and stone, starshine, moon glow, you are all that I can call my own. സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? ഷൈൻ ഓൺ മീ സൺഷൈൻ. സൺഷൈൻ വെയിലിനോട്, ഷൈൻ ചെയ്യാൻ, സൂര്യപ്രകാശം അടിക്കാനാണ് പറയുന്നത്. എവിടെ? എൻ്റെ മേൽ. റെയിൻ ഓൺ മീ റെയിൻ, മഴയോട് ഈ പോയറ്റിൻ്റെ മേൽ പെയ്തിറങ്ങാനാണ് പറയുന്നത്. ഡ്യൂഡ്രോസ്, മഞ്ഞുതുള്ളികളോട് ഫോൾ സോഫ്റ്റ്ലി, എൻ്റെ മേൽ എന്താണ്, പതിക്കാൻ, ഫോൾ സോഫ്റ്റ്ലി, മൃദുവായിട്ട് എൻ്റെ മേൽ വീഴാനാണ് പറയുന്നത്. കൂൾ മൈ ബ്രോ എഗെയിൻ, ബ്രോ ഐബ്രോ മാത്രമല്ല, കൂൾ മൈ ബോഡി, എൻ്റെ ബോഡി, എൻ്റെ ശരീരം മൊത്തം ഒന്ന് തണുപ്പിക്കാൻ എൻ്റെ മേലെ ചൊരിയാനാണ് പറയുന്നത്. ആരോടൊക്കെ? സൺഷൈനോടും റെയിനോടും ഡ്യൂ ഡ്രോപ്സിനോടും, മഞ്ഞുതുള്ളികളോടൊക്കെ ഇവരുടെ പോയിറ്റിൻ്റെ മേൽ പതിക്കാനാണ് പറയുന്നത്. സ്റ്റോം, ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയേഴ്സ്റ്റസ് വിൻഡ്. സ്റ്റോമിനോട്, കൊടുങ്കാറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാണ് പോയറ്റ്. ബ്ലോ മീ ഫ്രം ഹിയർ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് പറയുന്നത്. ബ്ലോ, അടിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഫിയേഴ്സസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞതാണ് ആ ഭീകരമായ കാറ്റടിച്ചിട്ട് എന്നെ ഇവിടുന്ന് പറത്തി കൊണ്ടുപോകൂ. ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റസ്റ്റ് അഗെയിൻ. ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ, എനിക്ക് ആകാശത്ത് ഒഴുകി നടക്കണം. ടിൽ ഐ ക്യാൻ റസ്റ്റ് അഗെയിൻ, എനിക്കൊന്ന് റസ്റ്റ് എടുക്കാനായിട്ട് ആകാശത്ത് ഒഴുകി നടക്കണം. അതുകൊണ്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് സ്റ്റോമിനോട്, കൊടുങ്കാറ്റിനോട്. എന്താണ് റിക്വസ്റ്റ് ചെയ്യണത്? ബ്ലോ മീ ഫ്രം ഹിയർ, എന്നെ ഇവിടുന്ന് ഒന്ന് പറത്തിക്കൊണ്ടു പോകൂ എന്നാണ് പറയുന്നത്. ഫോൾ ജെന്റ്ലി സ്നോഫ്ലേക്സ്, കവർ മീ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസ്സസ്, ലെറ്റ് മീ റസ്റ്റ് ടു നൈറ്റ്. സ്നോഫ്ലേക്സ്, മഞ്ഞുപാളികൾ. സ്നോഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുപാളികളിനോട് എന്താ പറയുന്നത്? ഫോൾ ജെന്റ്ലി, കവർ മീ, എന്നെ മൂടാനാണ് പറയുന്നത്. അത് മഞ്ഞുപാളികൾ വീണ് എൻ്റെ കവർ ചെയ്യാൻ, മൂടാനാണ് പറയുന്നത്. വിത്ത് കോൾഡ് ഐസി കിസ്സസ്, തണുത്ത ചുംബനങ്ങൾ കൊണ്ട് എന്നെ മൂടാനാണ് പറയുന്നത്. ലെറ്റ് മീ റസ്റ്റ് ടു നൈറ്റ്, എനിക്കൊന്ന് റസ്റ്റ് ചെയ്യാൻ, ഇന്ന് രാത്രി ഒന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് എന്നെ വന്ന് മൂടൂ എന്നാണ് പറയുന്നത്. സൺ, റെയിൻ, കർവിങ് സ്കൈ, മൗണ്ടെയിൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, യു ആർ ഓൾ that I can call my own. സൺ, റെയിൻ, കർവിങ് സ്കൈ, സൂര്യനും മഴയും, കർവിങ് സ്കൈ, വളഞ്ഞ ആകാശം. നമുക്കറിയാം ആകാശം ഒരേപോലെ അല്ലാന്ന്. ഗ്ലോബിലൊക്കെ നോക്കിയാൽ അറിയാലേ വളഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്ന്. നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് കർവിങ് സ്കൈ, മൗണ്ടൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ. ഇവരോട് എല്ലാവരോടും പറയുകയാണ് എന്ത്? സ്റ്റാർ ഷൈൻ, സ്റ്റാർ ഷൈൻ നക്ഷത്രങ്ങളുടെ പ്രകാശം. മൂൺ ഗ്ലോ, ചന്ദ്രൻ്റെ നിലാവ്. യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ, നിങ്ങളെ മാത്രമാണ് എനിക്ക് എൻ്റെ സ്വന്തം എന്ന് വിളിക്കാനുള്ളത്. അതുകൊണ്ട് അവരോട് പറയുകയാണ് എന്ത്? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെ ഒന്ന് ഇവിടുന്ന് കുറച്ച് സമയം എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പോയറ്റ് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് കണ്ടു? വുമൻ്റെ വർക്കുകൾ കണ്ടു. നെക്സ്റ്റ് പാർട്ടിൽ വുമൻ്റെ ഫ്രണ്ട്സ് എന്ന് ഇവിടെ പറയുന്നത് വുമണ്ണാകെ ഇവർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇവരോടൊക്കെ ഒന്ന് പറയുകയാണ് എന്ത്? ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. ഐ ആം വെരി മച്ച് ടയേർഡ്, ഞാൻ
വളരെയധികം ക്ഷീണിച്ചിരിക്കുകയെന്ന്, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു റീഡ് ദിസ് പോയം അഗെയിൻ. റൈറ്റ് ദ ഡിഫിക്കൾട്ട് വേർഡ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഫസ്റ്റ് യു റൈറ്റ് ടൈറ്റിൽ ഇൻ യുവർ നോട്ട്ബുക്ക്, then write difficult words. Okay, thank you.